ദൈവം സഹായിക്കും, ദൈവം രക്ഷിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈശോ മിശിഹ കുരിശിൽ കിടന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈശോയെ ഉപദ്രവിച്ചവരോട്, അല്ലെങ്കിൽ അടിച്ചും വേദനിപ്പിച്ചും വഞ്ചിച്ചും ഉടുതുണി പോലും അഴിച്ചു മാറ്റി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്ത ശത്രുതയോട് പെരുമാറിയ ആളുകളെ നോക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അവരുടെ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമേ എന്ന്. നമ്മെ വേദനിപ്പിച്ചവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? സ്വാഭാവികമായും മനുഷ്യർ അവരെ വേദനിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. എന്നാൽ നമ്മുടെ ഈശോ മനുഷ്യനായി അവതരിച്ച നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ, നമ്മുടെ യേശു നമുക്ക് കാണിച്ചു തരുന്ന മാതൃക: നിന്നെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവരോട് ക്ഷമിക്കണമെന്ന് മാത്രമല്ല, അവരുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് വരെ പഠിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഈ മാതൃക പിൻചെല്ലാം. നമ്മുടെ ഈശോ നമുക്ക് കാണിച്ചു തന്ന ഈ ഒരു സ്വഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. പലപ്പോഴും നമ്മെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത, വഞ്ചിച്ച, സങ്കടപ്പെടുത്തിയ, മാനം കെടുത്തിയ എല്ലാവരോടും, നമുക്ക് ശത്രുത തോന്നുന്ന എല്ലാവരോടും, നമ്മോട് ശത്രുത തോന്നുന്ന എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം. മാത്രമല്ല, അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഇതൊക്കെ ഈശോ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. തീർച്ചയായും നമുക്ക് ശത്രുക്കളോട് ക്ഷമിക്കാനും ആർക്കൊണ്ട് പ്രാർത്ഥിക്കാനും ഉള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.